ജീവനുള്ള അസ്ഥികൂടം. ഗാസയിൽ നിന്നുള്ള പുതിയ വീഡിയോകളിൽ കാണുന്ന 2 ഇസ്രായേലി ബന്ദികൾ ആരാണ്? അടുത്തിടെ പുറത്തിറക്കിയ വീഡിയോകളിൽ ഇസ്രായേലി ബന്ദികളായ 2 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ പിടികൂടിയവർ റെക്കോർഡ് ചെയ്ത വീഡിയോകളിൽ ഇവാദർ ഡേവിഡും റോം ബ്രാസ്ലാവ്സ്കിയും ഉൾപ്പെടുന്നു. 2 ദിവസത്തിനുള്ളിൽ ഡേവിഡിന്റെ 2 വ്യത്യസ്ത വീഡിയോകൾ ഹമാസ് പങ്കിട്ടു. അതേസമയം ക്യാമറയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് മാസങ്ങൾക്ക് ശേഷം ബ്രാസ്ലാവ്സ്കി വിളറിയതും ദുർബലനുമായി കാണപ്പെടുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് തീവ്രവാദി സംഘം പുറത്തുവിട്ടു. ഹമാസുമായി സഹകരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഗാസയിൽ ഇപ്പോഴും ബന്ദികളാക്കപ്പെട്ടവരായി കരുതപ്പെടുന്ന 49 പേരിൽ ഒരാളെങ്കിലും തടവിലാക്കിയിട്ടുണ്ട്. 20 പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകാമെന്ന് ഇസ്രായേൽ അധികൃതർ പറയുന്നു. ഈ വീഡിയോകൾ പുറത്തുവിട്ടതിനെ നിരവധി പാശ്ചാത്യ നേതാക്കൾ അപലപിച്ചിട്ടുണ്ട്. അതേസമയം ഹമാസ് ബന്ദികളുടെ ഭക്ഷണം നിഷേധിച്ചതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആരോപിച്ചു. വാരാന്ത്യത്തിൽ ബന്ദികളുടെ ബന്ധുക്കളും പ്രതിഷേധക്കാരും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം തെല്ലവീവിൽ തടിച്ചുകൂടി. ബന്ദികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇസ്രായേൽ സർക്കാരിനോട് വീണ്ടും അവർ ആവശ്യപ്പെട്ടു. ബന്ദികൾ ആരാണെന്നും ഇതുവരെയുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് മനസ്സിലാകുന്നതെന്നും ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നു. എവിയാദർ ഡേവിഡ് ആരാണ്? 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ നോവ സംഗീതോത്സവ വേദിയിൽ നടന്ന ആക്രമണത്തിനിടെ ഡേവിഡിനെ ഹമാസ് പിടികൂടി. ആ ദിവസം ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ഏകദേശം 1200 പേരെ കൊല്ലുകയും 250 പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. 24 വയസ്സുള്ള ഡേവിഡ് അന്നു മുതൽ ഗാസയിൽ തടവിലാണ്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ ഹമാസ് തുരങ്കം പോലെ കാണപ്പെടുന്ന ഒരു തുരങ്കത്തിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നത് കാണാം. ഇസ്രായേലിൽ പലരെയും ഞെട്ടിക്കുകയും അസ്വസ്ഥമാക്കുകയും ചെയ്ത നിമിഷങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്നു. സ്വന്തം ശവക്കുഴിയാണെന്ന് പറയുന്ന ഒരു കുഴിയും അദ്ദേഹം കാണിക്കുന്നു. സമ്മർദ്ദത്തോടെ അദ്ദേഹം സംസാരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വെടിനിർത്തലിന് സമ്മതിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഇന്ന് ജൂലൈ 27 ഉച്ചയ്ക്ക് 12 മണിക്ക് എന്ത് കഴിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ തുടർച്ചയായി കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഡേവിഡ് വളരെ ക്ഷീണിതനും പിരിമുറുക്കമുള്ളതുമായ ശബ്ദത്തോടെയാണ് പറയുന്നത്. പിന്നെ അയാൾ തിരിഞ്ഞു നടന്ന് താൻ എത്ര മെലിഞ്ഞിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. സമയം കഴിഞ്ഞു, ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ, അദ്ദേഹം ഇസ്രായേൽ നേതൃത്വത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം സമ്മർദ്ദത്തോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വെടിനിർത്തലിന് സമ്മതിക്കാൻ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ പ്രചരണത്തിനു വേണ്ടി ഹമാസ് ബന്ദികളെ പട്ടിണിയിലാക്കിയെന്ന് ഡേവിഡിന്റെ കുടുംബം പിന്നീട് ഒരു പ്രസ്താവന ഇറക്കി. ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിൽ ആഹാരം നിഷേധിച്ച് കൊല്ലാതെ കൊല്ലുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനെയും സഹോദരൻ എവിയാറ്ററിനെയും കാണാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു. ജീവനുള്ള അസ്ഥികൂടങ്ങളായവർ. ഞങ്ങളുടെ മകന് നിലവിലെ അവസ്ഥയിൽ ജീവിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ സാധിക്കൂ എന്ന് അവരുടെ പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ഈ വീഡിയോയ്ക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വൻ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, UK, US എന്നിവരെല്ലാം പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഗാസയിലെ ബന്ദി വിഷയം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച രാവിലെ UN സുരക്ഷാ കൗൺസിൽ ഒരു പ്രത്യേക യോഗം ചേരുമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. റോം ബ്രാസ്ലാവ്സ്കി ആരാണ്? തട്ടിക്കൊണ്ടുപോകുമ്പോൾ ബ്രാസ്ലാവ്സ്കി നോവ സംഗീതോത്സവത്തിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. പിടിക്കപ്പെടുന്നതിന് മുമ്പ് നിരവധി പേരെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം സഹായിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നു. ബ്രാസ്ലാവ്സ്കിയെ തടവിലാക്കിയിരുന്ന സംഘവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ തങ്ങൾക്ക് അറിയില്ലെന്ന് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അവകാശപ്പെട്ടതായി ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോയിൽ 21 വയസ്സുള്ള ബ്രാസ്ലാവ്സ്കി സ്വയം പരിചയപ്പെടുത്തുകയും ഇസ്രായേൽ സർക്കാരിനോട് തൻ്റെ മോചനം ഉറപ്പാക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ചാനൽ 12 വീഡിയോ സംപ്രേഷണം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് ഓഫിർ പ്രതികരിച്ചു. എന്താണ് പറയേണ്ടത്? അവൻ മരിക്കുകയാണ്. നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൺമുന്നിൽ മരിക്കുന്നത് നിങ്ങൾ കാണുകയാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അദ്ദേഹം പറഞ്ഞു. നെതന്യാഹു എന്താണ് പറഞ്ഞത്? വീഡിയോകൾ പുറത്തുവിട്ടതിന് ശേഷം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 2 ബന്ദികളുടെ കുടുംബങ്ങളുമായി സംസാരിച്ചു. അദ്ദേഹം അഗാധമായ ഞെട്ടൽ പ്രകടിപ്പിക്കുകയും എല്ലാ ബന്ദികളെയും തിരിച്ചു നാട്ടിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിരന്തരം തുടരുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. ഞായറാഴ്ച
നെതന്യാഹു റെഡ് ക്രോസിന്റെ മേഖലാ മേധാവിയുമായി സംസാരിച്ചു. ബന്ദികൾക്ക് ഭക്ഷണവും വൈദ്യസഹായവും നൽകുന്നതിന് അടിയന്തര സഹായം ആവശ്യപ്പെട്ടു. ബന്ദികളെ സന്ദർശിക്കാൻ അനുവദിക്കണമെന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. അവരുടെ അവസ്ഥ പരിശോധിക്കാനും വൈദ്യസഹായം നൽകാനും അവരുടെ കുടുംബങ്ങളുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് സംഘടന പറഞ്ഞു. വാരാന്ത്യത്തിൽ ടെല്ലവീവിൽ ബന്ദികളുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ ജനക്കൂട്ടം വീണ്ടും ഒത്തുകൂടി. ഇസ്രായേൽ ഗവൺമെന്റിനോട് നടപടിയെടുക്കാനും ബന്ദികളുടെ മോചനം ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടു. ശനിയാഴ്ച നടന്ന ഒരു റാലിയിൽ ഡേവിഡിൻ്റെയും ബ്രാസ്ലാവിസ്കിയുടെയും കുടുംബങ്ങൾ പറഞ്ഞു അവരെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. ഇതേക്കുറിച്ച് ഹമാസ് എന്താണ് പറയുന്നത്? റെഡ് ക്രോസുമായുള്ള ഏതൊരു ഏകോപനവും ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. എന്നാൽ ഇസ്രായേൽ മാനുഷികമായ മാർഗങ്ങൾ തുറന്നിടണം. സഹായങ്ങൾ എത്തിക്കുമ്പോൾ വ്യോമാക്രമണങ്ങൾ നിർത്തണം. അതിനെ അനുസരിച്ചിരിക്കും റെഡ് ക്രോസുമായുള്ള ഞങ്ങളുടെ സഹകരണം എന്നാണ് ഹമാസ് പറഞ്ഞത്. ബന്ദികളെ പട്ടിണിയിലാക്കുന്നുവെന്ന് ഇസ്രായേൽ നേതാക്കൾ ആരോപിച്ചതിന് മറുപടിയായി ഹമാസിന്റെ സായുധ വിഭാഗം ഞങ്ങൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നിഷേധിച്ചു. ഗസയിലെ നിലവിലുള്ള പട്ടിണി പ്രതിസന്ധി കാരണം ഞങ്ങളുടെ പോരാളികൾക്കും സാധാരണക്കാർക്കും ലഭിക്കുന്ന അതേ ഭക്ഷണം ബന്ദികൾക്കും ലഭിക്കുന്നുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചു. ബന്ദികളെ കൈമാറാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കഴിഞ്ഞ മാസം ഇസ്രായേൽ അമേരിക്കൻ ചർച്ചകൾ നടക്കുന്ന ഖത്തറിലെ ദോഹയിൽ നിന്ന് ഒരു കരാറിൽ എത്താതെ പോയി ചർച്ചകൾ. ഹമാസിനെതിരായ യുദ്ധത്തിൽ ഭക്ഷണം ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസയെ ക്ഷാമത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് 7 ഗ്രൂപ്പുകൾ ആരോപിച്ചു. ഇസ്രായേൽ ഈ അവകാശവാദത്തെ നിഷേധിക്കുന്നു. ഗാസയിൽ പട്ടിണിയില്ലെന്നും സഹായം തടയുന്നില്ലെന്നും ഇസ്രായേൽ പറഞ്ഞു. എന്നിരുന്നാലും യൂറോപ്പിലെ ഇസ്രായേലിൻ്റെ നിരവധി അടുത്ത സഖ്യകക്ഷികളും ഐക്യരാഷ്ട്രസഭയും മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു മാനുഷിക ഗ്രൂപ്പുകളുമെല്ലാം ഇസ്രായേലിൻ്റെ ഈ അവകാശവാദങ്ങളെ നിരസിക്കുകയാണ്. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് സംഘർഷം ആരംഭിച്ചതിന് ശേഷം അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്ന ക്ഷാമത്തിൻ്റെ പ്രാരംഭ ഘട്ടങ്ങൾ കാരണം 93 കുട്ടികൾ ഉൾപ്പെടെ 175 പേർ മരിച്ചു. ഇന്ധനത്തിൻ്റെ അഭാവം ആശുപത്രികൾ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും ഡോക്ടർമാർ ഇപ്പോൾ ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നു.